ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനാണെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് വീട്ടിലോട്ട് വരുവാ കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പ് അടയ്ക്കും. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ടും. ഒരുപാട് ഇരുട്ടുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പ് അടച്ചിട്ട് ഇങ്ങ് വരും. ഞാൻ വീട്ടിൽ വന്നപ്പോൾ 8:15 പിന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ അമ്മയുടെ റൂമിലൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് അന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് മേളിൽ പോയി. ഇനി പോയി നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് പിന്നെ ഐസലിനെ പഠിപ്പിക്കണം. അതൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയും കുളിയും നനയൊന്നും ഇല്ലയോന്ന്? അതല്ല, മടിയാട്ടോ, നമ്മൾ തണുപ്പ്, ഇനി കുളിക്കാനൊന്നും വയ്യ. അങ്ങനെ അനിയത്തിയൊക്കെ പോയി ആ റൂമൊക്കെ ഒഴിഞ്ഞടക്കുക. ഞാൻ റൂമിലോട്ട് ചെന്നപ്പോ ഒരാള് ഫോൺ കിടന്ന് കാണുന്നു, ബുക്കൊക്കെ ചെതറിയിട്ടിട്ട് ഫോൺ കിടന്ന് കാണുന്നു. പഠിച്ചോ എന്തോ. ഞാൻ പിന്നെ ഒതും എടുത്തിട്ട് നിസ്കരിക്കാൻ കയറി. നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ച്. ഞാൻ പിന്നെ നിസ്കരിച്ച് കുറച്ചു നേരം ഇരുന്ന് ചൊല്ലി പറഞ്ഞിരിക്കും. അങ്ങനെ പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. കുറച്ചു നേരം പടച്ചവൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് സമാധാനത്തോടെ അങ്ങിരിക്കും. അതേ ഉള്ളൂ മനസ്സിലൊരാശ്വാസം. എനിക്ക് എന്ത് സങ്കടം വിഷമം വന്നാലും ഞാൻ പടച്ചവനോട് പോയി ഇന്ന് ഓരോന്ന് പറയും. അപ്പോൾ മനസ്സിനൊരു സമാധാനം, സന്തോഷം കിട്ടും. അതിനിപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടായാലും എപ്പോഴായാലും എനിക്ക് എന്ത് വിഷമം വരുമ്പോൾ ഞാൻ പടച്ചവനോട് എന്നങ്ങ് സംസാരിക്കും. ഒരു മനസ്സിന് ഇച്ചിരി ആശ്വാസം. ലൈഫല്ലേ, ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. ഒക്കെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാ. ആകപ്പാടൊരു ആശ്രയം പടച്ചവനോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കും. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം. അതല്ലേ ഉള്ളൂ നമുക്ക് അവസാനം വരെ. പിന്നെ എൻ്റെ കുഞ്ഞു കാന്താരിയെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. അവളിങ്ങനെ ബുക്കൊക്കെ മറിച്ച് അതും ഇതുമൊക്കെ പഠിപ്പിച്ച കാര്യമൊക്കെ പറയുക. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു. ഹോംവർക്കൊക്കെ ഉള്ളത് ഞാൻ പയ്യെ എഴുതിപ്പിച്ച് അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കുക. അങ്ങ് ആ കൊച്ചു കാന്താരിയുടെ കുരുത്തക്കേടുകൾ, ഓരോ കളികളും കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷം. അവളോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു എനിക്ക് അവളോട് കുറേ നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലും സമാധാനം. നമ്മുടെ വിഷമങ്ങളും മുഴുവൻ അവളെ കളിയും ചിരിയും കാണുമ്പോൾ അങ്ങ് മാറും. അവളോട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ എനിക്ക്. അറിയാൻ പറ്റൂല. അവളെൻ്റെ ഒരു ലോകം തന്നെ. ആള് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുരുത്തക്കേടും കാണിക്കുകയും ഉറക്കം വരലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഇരുന്ന് പഠിച്ചോളും, കുഴപ്പമില്ല. പിന്നെ അവള് എന്താ പറയാ, അവളോട് സന്തോഷത്തോടെ ഇരുന്ന് പഠിപ്പിച്ചാൽ അവളിരുന്നങ്ങ് പഠിച്ചോളും. അവൾക്ക് ചില നേരത്ത് ദേഷ്യമൊക്കെ വരും. അപ്പൊ നമ്മളും ദേഷിച്ചാ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. ഭയങ്കര ദേഷ്യം, ഇടയ്ക്ക് പറഞ്ഞ അനുസരിച്ചില്ലേ ഭയങ്കര ദേഷ്യം എനിക്ക് വരും. എങ്കിലും ഞാൻ കൺട്രോൾ ചെയ്യും. പാവലി കുഞ്ഞില് നോക്കിയേ, ഇടയ്ക്കൂടെ ഒക്കോട്ടെ ഉറക്കം വന്നിരിക്കുക ആള് നല്ല ഉറക്കത്തിൽ ഇരിക്കുക. ഞാൻ ഈ കടയിൽ താമസിച്ച് വരുന്നിട്ട് പഠിപ്പിക്കുന്നോണ്ടേ പിന്നെ ഞങ്ങള് പഠിച്ചു കഴിഞ്ഞ ഒരു ഉമ്മയൊക്കെ തന്നെ എന്നെ വിടുന്നത്. ഭയങ്കര രസം. എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് പഠിക്കുന്നതൊക്കെ ഭയങ്കര കാര്യം ഇഷ്ടമാണ്. നമ്മള് ഒരു ദിവസം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒന്ന് പഠിപ്പിക്കാൻ മറന്നുപോയ ആള് ബുക്കും പേരയും പുസ്തകം എടുത്തോണ്ട് വന്നിട്ട് ബാ നമുക്ക് പഠിക്കാന്ന് പറയും. ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുന്നേ ഇഷ്ടമാണ്, പഠിപ്പിക്കുന്നേയും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവളെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. നമ്മളിപ്പോ ചക്കയെന്ന് പറയുമ്പോൾ തിരിയൂല തിരിയൂല ചിലപ്പോ അവള് മാങ്ങയെന്ന് തന്നെ പറയും. അങ്ങനത്തെ ആളാ. പക്ഷേ രസമുള്ള സംസാരം കേട്ട് അവള് വായിക്കുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അവളെ പഠിപ്പിച്ച് കഴിയുമ്പം തന്നെ ഒരു 9 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സമയം അവളൂടെ സ്പെൻഡ് ചെയ്ത് തീർക്കും. പിന്നെ ഞാനും അവളും കൂടി ചോറുണ്ണാൻ പോയി. പിന്നെ ഞങ്ങള് ചോറൊക്കെ ഉണ്ടിട്ട് ലൈറ്റൊക്കെ അണിച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ ഇവിടെ അത്രയേ ഉള്ളൂ. ഞാൻ പോയി ഇനി കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ. നമുക്കിനി നാളെ